വാട്സ്ആപ്പ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് 897. സോ ഇന്ന് നമുക്ക് ഫുൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ്. ഒന്നുമില്ല, 2-3 ദിവസമായിട്ട് ഭയങ്കര ജലദോഷം, തലവേദനയൊക്കെ സീനായിട്ട് മോനെ. എനിക്കവിടെ തീരെ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഡെയിലി വീഡിയോ എടുക്കണം, അങ്ങനെ ജാതി പ്ലാനൊക്കെ ഇട്ടതാണ്. ബട്ട് ഈ അലമ്പായിട്ട് സീനായിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് 2-3 ദിവസം വീഡിയോ ഇടാൻ പറ്റുന്നത്. സോ മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം ലൈക്ക് ഒക്കെ അടിക്കണം, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. കുറേ എവിടെ പോയി മേടിക്കാനാണ്, ആര് തരാനാണ്, അവൻ്റെ അമ്മമ്മയുടെ ഇതൊക്കെ പോയിണ്ടാവും. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും കളിക്കാൻ പോകാം. ഞാൻ എന്തായാലും മിക്കത് കളിക്കലുണ്ടാവില്ല, കാരണം അത്രയ്ക്ക് ഡൗണാണ്, തീരെ വയ്യ, അത്ര സീനാണ്. ബട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വ്ളോഗ് ഇടണ്ടേ, സബ്സ്ക്രൈബേഴ്സിന് എന്തൊക്കെ കാണിക്കണ്ടേ, അത് വിചാരിച്ചിട്ട് ഞാൻ നൈസായിട്ട് ചില്ലായിട്ട് നമുക്ക് വ്ളോഗ് ഇടാം. സോ നമുക്ക് അതിലേക്ക് കിടക്കാം ചില്ലായിട്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും കിടില ലൈക്ക് അടിക്കുക, പൊളിക്കുക, ചില്ലടിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കിടില താങ്ക്സിന് ഗൈസ്. നമുക്ക് കളിയിലേക്ക് പോകാം. Social criminal, social criminal. എന്താ അറിയില്ല, വെയിലൊക്കെ കൊണ്ട് ടാൻ അടിക്കും. അപ്പം ഞാനെന്ത് സൺസ്ക്രീനൊക്കെ തേക്കും. എന്നോടാ കളി. ബാറ്റൊക്കെ സെറ്റ്, ഓക്കെ സെറ്റല്ലേ. ഇപ്പോൾ പോവാ, പൊട്ടിച്ചോ, കോള് കഴിഞ്ഞിട്ടാക്കല്ലേ. സംഭവം നമ്മളെ കണ്ടില്ല, ഓനും അങ്ങോട്ടുള്ളതാ. ബാസി നമ്മളിതുവരെ കണ്ടില്ല. എന്താണ് ബ്രോ, മൊടയാണോ? അയ്യേ, ഒരു വികാരമില്ലാത്ത ചങ്ങായി. ഞാൻ ചോദിച്ചോ ഞെട്ടി പേടിച്ച് എന്തൊക്കെ ആക്കുന്നത്. മൂട് ഉണ്ടല്ല അമ്മേച്ച, ഇത് വേറെ ഗ്രൗണ്ടാണ്. ഇത് സ്കൂള്, പന്ത്രണ്ടാം സ്കൂള്. ബാറ്റൊക്കെ ഇവിടെ സേഫാണ്. എല്ലാവരും അല്ല, ഇത് വെക്കേഷൻ അല്ലേ, സ്കൂളില്ലല്ലോ. എന്ത് അതൊക്കെയാ ടീംസ്. ഫുട്ബോൾ പ്ലേയേഴ്സ് ആട്ടോ വരുന്നത്. പക്ഷെ ക്രിക്കറ്റ് കളിക്ക് ഒരു നല്ല സ്റ്റാമിന ഒക്കെയില്ലേ. അത് ശരിയാണല്ലോ. അല്ല, അപ്പം ഞാനും ഫുട്ബോളിന്റെ ജേഴ്സി ഉള്ളു. അവിടെ കളിക്കാനൊന്നും ആളില്ല, അപ്പം നമുക്ക് കളിക്ക. ഇതാണ് ഗ്രൗണ്ട് ഗൈസ്. ഇഷ്ടംമാതിരി ഗ്രൗണ്ട് ഉണ്ട്, കളിക്കാൻ ആളില്ല അല്ലേ. അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടുന്ന് വേണം കളിക്കാം. അവിടെ പാടുന്ന നമുക്ക് ഇവിടെ കളിക്കാം. മുന്നേ ആരെങ്കിലും കളിക്കുന്ന അവിടെ ലൈനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട്. ബാസിന്റെ ഫ്രണ്ട്സാ. ബാസിയെ ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ ലൊക്കേഷൻ തെറ്റിന് കച്ചറുണ്ടാക്കിയതാ. രണ്ടാക്കും ലൊക്കേഷൻ അറിയില്ല. വേറെ കോമഡി. ഞാൻ ഡെയിലി എന്നുള്ള പോലെ വർത്താനം പറയുന്ന ഷൂ. ഹലോ, ഇന്ന് ഫുള്ള് ബാസിന്റെ ടീംസാ. നമുക്ക് അറിയേയില്ല. ഹെലികോപ്റ്റർ ഷോട്ട് അടിച്ച്. എടാ ഈ എങ്ങനെ എന്നാലും അന്നേടാ ഫുൾ ഫ്രെയിമിലുള്ളത്. എന്താണ് അവിടെ എന്താ കളിക്കണേ? എന്റെ വിജയിന്റെ ട്രെയിലറുള്ള മാതിരിയാ. ഇന്ന് എത്ര സിക്സ് അടിക്കും? ഇത് മറ്റേ തൊപ്പി അറിയണായി. തൊപ്പിന്റെ കണ്ടില്ല, ആരും കൂട്ടിട്ടില്ല. ഒറ്റ ഒരാള് പോരാട്ടോ. ജിന്റെ ഓപ്പണന്റ് അല്ല, ഇതിന്റെ ഓപ്പണന്റ് അല്ല. കണ്ടോ ചെരുപ്പൊക്കെ ഇട്ട് വന്നിട്ട്. ഇതിന്റെ ഓപ്പണന്റ് അല്ല, കണ്ടോ വരുന്ന എന്റെ ഓപ്പണന്റ് അല്ല. അതാ ഞാൻ കളിക്കാനേ ഇല്ലാത്ത.
മറ്റവന് ബോളറിയാൻ പറ്റുന്നില്ല. ഏറി 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 വൈഡ്. ഒരുവിധം ചത്തിക്കണ് മാൻ. ബാസിന്റെ ബോളിങ്ങാ, കൈ വിറക്കണ സ്റ്റേ. നല്ല കീപ്പിംഗ് ആണ് എടാ. മോനെ അഭിനവിന്റെ കീപ്പിംഗ്, വിവേകിന്റെ ബാറ്റിംഗ്, ബോളിങ് മാമൻ എന്ന് പറഞ്ഞ ചങ്ങായ ബാസിന്റെ ഫ്രണ്ടാ. ഓ വൈഡെന്ന് വിളിച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ടാക്കണം, കാരണം നമ്മൾ ടീമല്ലേ. അപ്പം നമ്മൾ വൈഡെന്ന് എനിക്ക് അറിയുന്നില്ല, എന്നാലും പറയാം വൈഡല്ലേ കണ്ട. വെറുതെ ഒരു ഫണ്ണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണ് ഗൈസ്. അടുത്ത വരുന്നുണ്ട്. ഓ ഓ എടാ പൊളിയടാ. എൻ്റെ പോലെ വിഷയം സാധനം കിട്ടി, സാധനം കിട്ടി. വിവേക എനിക്ക് നല്ല വാങ്ങിയിട്ടല്ലോ. ഡെഡ്. എൻ്റെ മോനെ കംപ്ലീറ്റ് ഡെഡാ. ഗൈസ് മുഖമൊക്കെ ഫുള്ള് ടയേർഡായി. ഈ കുളിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മറ്റൊരു ഭംഗിൻ്റെ മോനെ. ഇവിടുത്തെ സ്കൈ എന്ത് രസാ. എച്ചാതി സ്കൈ ആണ്, എന്ത് വൈബാലേ. നോക്ക് നോക്ക് നോക്ക്, ഏതാ വൈബിലേ. സ്കൈ കളറൊക്കെ മാറി, കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കളർ വരും തോന്നുന്നു. ഭയങ്കര നൈസ് വൈബ്, ഭയങ്കര നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ. വെറുതെ അവന് മോട്ടിവേഷൻ കൊടുക്ക് വിവേക. എടാ സിമ്പിളാടാ അഭിയ, തൂക്ക് സുഖമായിട്ട് കിട്ടു. വെറുതെ അറിയുന്നതാ. മറ്റേ നല്ല ബോളാ. ചിരിക്കല്ലേ, കാണില്ലേ. അപ്പോഴാണ് ഒരു ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടീമിനെ കിട്ടി. ഇത് ബാസി ബാസി ബാസ്. ഓ ബാസിയെ ഗൈസ്. സോറി, ഞാൻ ഫുട്ബോൾ അടിച്ചത്. ബാസിയെ, ബാസി കീപ്പറോ? എടാ കീപ്പർ ബാസി. എൻ്റെ ബാസി സീര്. ബാസി കീപ്പറാണ്. എടാ ബാസി ഏത് കീപ്പറാ? ഓ എൻ്റെ ബാസിയെ. ഇതിൻ്റെ കുണ്ടിയാണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് കണ്ട് നോക്കാനൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോനെ വിഷയം സേവിലേക്കാണ് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പോൾ വരും, ഇപ്പോൾ ഒരു അടി ഷോട്ട് വരികയാണ്. ഷോട്ടിൽ എൻ്റെ മോനെ പുറത്താ. അതായത് മൂപ്പരെ കുഴപ്പമാണ്, പുറത്തായതുകൊണ്ടാണ്. അടുത്ത അടി വരുന്നുണ്ട്. ഇപ്പോൾ ഷോട്ട് വരുമ്പോൾ ബാസി കീപ്പറിന് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു അടി വരും, ബാസീൻ്റെ ഒരു സേവ് കാണാൻ നിൽക്കുകയാണ്. കമോൺ ഗൈസ്, ഒരു കിടിലൻ സേവ്. ഇപ്പോൾ ഒരു അടി വരും, ബാസീൻ്റെ ഒരു സേവിലേക്കാണ് വരുന്നത്. കമോൺ ഗൈസ്, എൻ്റെ മോനെ ബാസീൻ്റെ ഒരു കിടിലൻ സേവ് ഗൈസ്. ഓ എടാ. It was at this moment that he knew he fucked up. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇത്രയും നേരം വാച്ച് ചെയ്തതിന് നല്ല കിടിലൻ താങ്ക്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും സീൻ ഉണ്ടോ, എന്തെങ്കിലും മാറ്റാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെ കിടിലൻ സപ്പോർട്ട് എനിക്ക് എന്നും വേണം. സോ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ മോനെ ചത്തിക്കണം. സത്യം പറയില്ല, ഞാൻ അത്ര കളിച്ചില്ല. ഞാൻ കുറച്ച് നേരം കളിച്ചിട്ടുള്ളൂ, കാരണം എനിക്ക് ഭയങ്കര ടയേർഡായിട്ട് ഭയങ്കര അലമ്പേനു. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പട്ടക്കെന്ന് പറഞ്ഞിട്ട് അപ്പട്ടക്കട്ടക്കും. പിന്നെ വേറെ ഒരു പരിപാടി ഉണ്ടാവില്ല. തലവേദന എടുക്കണം ഇഷ്ടിയാ. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ ഡെയിലി വീഡിയോ ഇടണം, ഡെയിലി ചില്ലാക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അത്രയ്ക്ക് ഡൗൺ
അത്രയ്ക്ക് ഡൗൺ പറഞ്ഞാൽ അത്രയ്ക്ക് ഡൗണാണ്. ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് സംസാരിക്കും, പിന്നെ ഒരൊറ്റ ഡൗണാണ്. ആ ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ജലദോഷവും തലവേദനയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. തൊണ്ടവേദന ഇപ്പോൾ മാറി. അപ്പോൾ ഒരു സമാധാനമുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.